ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. The open loop transfer function of a unity feedback system is given by g of s is equal to k by s into st plus 1, where k and t are positive constant. By what factor should the amplifier gain k be reduced so that the peak overshoot of unity step response is reduced from 75% to 25%? ഇതാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. അത് 75% വെച്ച് നമ്മൾക്ക് അവിടെ 25%ലേക്ക് കുറയ്ക്കണം. ആൻഡ് ജി എഫ് എസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ കുറയ്ക്കാൻ വേണ്ടി എത്രത്തോളം ഗെയിൻ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയും നമ്മളവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. അതായത് സി എഫ് എസ് ബൈ ആർ എഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് ജി എഫ് എസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ജി എഫ് എസ് ബൈ 1 പ്ലസ് ജി എഫ് എസ് എന്ന് പറയുമ്പോൾ എച്ച് എഫ് എസ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അത് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ജി എഫ് എസ് എന്ന് പറയുന്നത് കെ ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 ബൈ നമ്മൾ ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ വരും 1 പ്ലസ് ജി എഫ് എസ് അല്ല, അപ്പോൾ 1 പ്ലസ് കെ ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 നമുക്കിവിടെ വരും. ഇനി നമുക്കിവിടെ 1 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എൽ സി എം എടുക്കുകയാണ്. നമ്മൾ എൽ സി എം എടുക്കുമ്പോൾ എന്ത് വരും, ഈ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 പ്ലസ് കെ ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 നമുക്കിവിടെ വരും. ഇവിടെ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 ഉണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ അവിടെ എന്ത് വരും, നമുക്ക് കെ ബൈ എസ് ഇൻറ്റു എസ് ടി പ്ലസ് 1 പ്ലസ് കെ നമുക്കിവിടെ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും, കെ ബൈ എസ് സ്ക്വയർ ടി പ്ലസ് എസ് പ്ലസ് കെ നമുക്കിവിടെ വരും. ഇനി നമുക്കിവിടെ സ്ക്വയർ ടേം മാത്രമാണ് നമുക്കവിടെ വരാനായിട്ട് പാടുള്ളൂ. ആ ടി നമ്മൾ എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും, കെ ബൈ ടി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 ബൈ ടി എസ് പ്ലസ് ഇവിടെ കെ ബൈ ടി നമുക്കിവിടെ വരും. അതിലൂടെ ടി കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ഈ ടി നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ എന്ത് വരും, കെ ബൈ ടി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ ടി എസ് പ്ലസ് കെ ബൈ ടി നമുക്കവിടെ വരും. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് സി എഫ് എസ് ബൈ ആർ എഫ് എസ് എന്ന് പറയുന്നത് കെ ബൈ ടി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ ടി എസ് പ്ലസ് കെ ബൈ ടി നമുക്കിവിടെ കിട്ടി. നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉള്ളൂ, ഒമേഗ എൻ സ്ക്വയർ ബൈ സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അത് നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എൻ സ്ക്വയറിൻ്റെ സ്ഥാനത്താണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒമേഗ എൻ സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് കെ ബൈ ടി വരുന്നത്. അതിൻ്റെ ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 2 സീറ്റ ഒമേഗ എൻ, അതിൻ്റെ സ്ഥാനത്താണ് നമുക്കിവിടെ 1 ബൈ ടി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഒമേഗ എൻ സ്ക്വയർ ഈസ് ഇക്വൽ ടു കെ ബൈ ടി എന്ന് പറയുമ്പോൾ ഒമേഗ എൻ ഈസ് ഇക്വൽ ടു അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് കെ ബൈ ടി എന്ന് വരും. ഇനി ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് അതായത് 2 സീറ്റ ഒമേഗ എൻ, ഇവിടുത്തെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ബൈ ടി ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ സീറ്റ ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ ഈ 2 ഒമേഗ എൻ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ 1 ബൈ 2 ഒമേഗ എൻ ടി എന്നവിടെ വരും. ഒമേഗ എൻ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ ടി ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 1 ബൈ 2 ഇൻറ്റു റൂട്ട് കെ ബൈ ടി ഇൻറ്റു ടി നമുക്ക് അവിടെ വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ റൂട്ട് ടിയും ഒരു ടി ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ടി നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ എന്ത് വരും, 1 ബൈ 2 റൂട്ട് കെ ടി എന്ന് വരും. ഇതാണ് സീറ്റയുടെ വാല്യൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ. അതായത് വെൻ ഓവർഷൂട്ട്, അത് പീക്ക് ഓവർഷൂട്ട് എം പി 0.75 ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് സീറ്റനെ സീറ്റ 1 ആൻഡ് കെനെ K1 എന്ന് വിളിക്കാം. ആൻഡ് അത് തന്നെ എം പി 0.25 ആണെങ്കിൽ ആ സമയത്ത് സീറ്റനെ സീറ്റ 2 ആൻഡ് കെ ഇസ് ഈക്വൽ ടു K2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വിളിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ എം പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇ റേസ് ടു മൈനസ് സീറ്റ പൈ ബൈ റൂട്ട് ഓഫ് 1 ബൈ സീറ്റ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡും ലോഗ് എടുക്കുക. അതിന് ശേഷം നമ്മൾ സീറ്റ കണ്ടുപിടിക്കുന്ന നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുക, സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് എം പി സ്ക്വയർ ബൈ പൈ സ്ക്വയർ പ്ലസ് ലോഗ് എം പി ദ ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്നിട്ട് ലോഗ് എടുത്തിട്ടൊക്കെ സീറ്റ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് കുറേ ടൈം പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി സീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 ബൈ 2 റൂട്ട് കെ ടി, അതായത് സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ 4 കെ ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് എന്താണ് ഇക്വേറ്റ് ചെയ്യാവുന്നത്, നമുക്കവിടെ സീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ 4 കെ ടി ഈക്വൽസ് ലോഗ് എം പി
സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് ലോഗ് എം പി ദ ഹോൾ സ്ക്വയർ. അത് ഇതും സീറ്റ സ്ക്വയർ, ഇവിടെ സീറ്റ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തതാണ് നമ്മൾ. ഇനി അതിന് ശേഷം നമ്മൾ ഈ കെനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ ഇവിടേക്ക് കൊണ്ടുപോകാം. ആൻഡ് ഈ രണ്ട് ടൈം നമ്മൾ LHSലേക്ക് കൊണ്ടുപോയി നമുക്ക് അവിടെ കെ എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് ലോഗ് എം പി ദ ഹോൾ സ്ക്വയർ ബൈ 4t ലോഗ് എം പി സ്ക്വയർ നമുക്കവിടെ വരും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ കണ്ടുപിടിച്ച കെയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ കെയുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് കേസ് എടുക്കുക, അതായത് പെർസെൻറ്റേജ് ഓവർഷൂട്ട് 0.7 ആവണ കേസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ K1 എന്നാണ് നമ്മൾ ആ സമയത്ത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ K1 ഈക്വൽസ് 5 സ്ക്വയർ പ്ലസ് ലോഗ് ഇവിടെ 0.75 ഹോൾ സ്ക്വയർ ബൈ 4t ലോഗ് 0.75 സ്ക്വയർ നമ്മളവിടെ എഴുതും. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 9.952 ബൈ 0.331 t എന്ന് വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 30.06 ബൈ t എന്ന് നമുക്ക് വരും. അതാണ് K1 എന്ന് പറയുന്നത്. സിമിലർ അതുപോലെ K2 കണ്ടുപിടിക്കാം. അത് K2 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കേസ് പെർസെൻറ്റേജ് ഓവർഷൂട്ട് 0.25 ആവുന്ന ടൈം. അപ്പോൾ അത് സെയിം ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 0.75 പകരം 0.25 ആക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1.53 ബൈ t എന്ന് നമുക്ക് അവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? K1 ബൈ K2 ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ 30.06 ബൈ t ബൈ 1.53 ബൈ t എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ t അവിടെ എന്തായി ക്യാൻസൽ ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് വരും? 30.06 ബൈ 1.53. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര വരാം? 19.6 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ K1 ബൈ K2 ഈ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? K1 ഈസ് ഈക്വൽ ടു 19.6 K2 ഓർ K2 ഈസ് ഈക്വൽ ടു K1 ബൈ 19.6 നമുക്കവിടെ എഴുതാം. നമുക്ക് K1 ആൻഡ് K2 നമുക്കൊരു റിലേറ്റഡ് ഒരു ഇക്വേഷൻ കിട്ടി. K1 ഈസ് ഈക്വൽ ടു 19.6 K2 ഓർ K2 ഈസ് ഈക്വൽ ടു K1 ബൈ 19.6 അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഓവർഷൂട്ട് ഉണ്ടല്ലോ, പീക്ക് ഓവർഷൂട്ട്, അത് 0.75 to 0.25 നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യണം ബൈ 19.6 ടൈംസ്. അത്ര വാല്യൂ നമ്മൾ ടൈംസ് അവിടെ കുറയ്ക്കണം. 19.6 ടൈംസ് അപ്രോക്സിമേറ്റ്ലി 20 ടൈംസ്.